മലപ്പുറം നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് പുലി എത്തിയത്. പുലിയെ കണ്ട പോലീസുകാരൻ മുകളിലേക്ക് വെടിയുതിർത്തു. അതോടെ പുലി തിരിഞ്ഞോടി. ഇന്ന് പുലർച്ചയ്ക്ക് നമ്മുടെ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങുകയും ഗാർഡ് നിൽക്കുന്ന പോലീസുകാരൻ്റെ നേർക്ക് വരികയും പോലീസുകാരൻ സ്വയം രക്ഷാർത്ഥം വെടിയുതിർത്ത് പുലിയെ തുരത്തുകയുമാണ് ചെയ്തത്. പുലിയെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ അതിന് പുറമെ ഒരു മുള്ളൻപന്നിയെ കൊന്നിട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് വ്യക്തമായി. ആളുകൾ ശ്രദ്ധിക്കണം. ഇവിടെ നന്നായി നല്ല തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വീടുകൾ നിറയുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങൾ ചേർന്നു. വിപിൻ, പുലി നമുക്ക് നേരെ ചാടി വരുമ്പോൾ അതിന് നേരെ വെടിവെച്ചാൽ അത് പണിയാവും, അതുകൊണ്ട് ആകാശത്തേക്ക് വെടിവെക്കാം എന്ന് വിചാരിച്ച പോലീസുകാരൻ്റെ മനസാന്നിധ്യം സമ്മതിക്കണം. വിപിൻ, അതെ അഷ്മി, അതും പുലർച്ചെ ഒരു 3 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് പാറാവിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നേരെയാണ് പുലി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് അദ്ദേഹം മുകളിലേക്ക് വെടിയുതിർത്തതോടുകൂടി പുലി തിരിഞ്ഞോടി. അതുകൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം. ഒപ്പം തന്നെ ഈ ഓഫീസിന് സമീപത്ത് തന്നെ ഒരു മുള്ളൻ പന്നിയെ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പുലിയാണ് എന്നുള്ളത് വനം വകുപ്പ് ഇതിനോടകം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഈ സംസാരിച്ചത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആണ്. അവർ പറയുന്നത് പോലെ തന്നെ കൂടുതൽ ജാഗ്രതാ പ്രദേശത്ത് മുഴുവനായിട്ടും വേണം. കാരണം ഇത് MSP പോലീസ് ക്യാമ്പാണ്. ഈ ക്യാമ്പിന് തൊട്ടു പുറകിലായിട്ട് വനമേഖലയാണ്. അവിടെ തേക്കിൻകാടാണ്. പക്ഷേ അതിൻ്റെ അടിക്കാടിനുള്ളിൽ ഈ പുലി പതുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അത് അടിക്കാടുകൾ വെട്ടണം എന്നുള്ളത് ഈ നഗരസഭ തന്നെ പലപ്പോഴായി അവിടുത്തെ DFOയെ ഉൾപ്പെടെ അറിയിച്ചതാണ്. പക്ഷേ അത്തരത്തിലൊരു നടപടികളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പുലി ഏകദേശം 1 മാസത്തോളമായി അവിടെയുണ്ട്. അതിൻ്റെ ഒരു ശല്യമുണ്ട്, സാന്നിധ്യമുണ്ട് എന്നുള്ളത് പലതവണ പറഞ്ഞതാണ്. പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പോലീസുകാരൻ്റെ മുന്നിലേക്ക് പുലി എത്തിയൊരു സാഹചര്യത്തിൽ ഇത് അറിയിച്ചപ്പോൾ അവിടെ ക്യാമറ സ്ഥാപിക്കാനും കൂടുതൽ RRT സംഘങ്ങളെ നിയോഗിക്കാനും ഉള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. തീർത്തും ജനവാസ മേഖലയിൽ അത്രത്തോളം ടൗണിനോട് ചേർന്ന് ഒരു 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് പുലി ഏകദേശം പുലർച്ചെ തന്നെ എത്തിയിരിക്കുന്നത്. ഈ പുലർച്ചെ പുലിയെ കണ്ടത് ഒരു പോലീസ് ക്യാമ്പിനകത്താണ്. അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും പുലി വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനെ പിടികൂടാനോ തുരത്താനോ ഉള്ള നടപടി വേണം എന്നുള്ളത് നഗരസഭയും ആ നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ ഭീതിയിലാണ് ഈ പോലീസ് ക്യാമ്പ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥരും. അഷ്മി, വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പുലി ചാടി വരികയായിരുന്നു. ചാടി വരുമ്പോഴേക്കും പോലീസുകാരൻ ആകാശത്തേക്ക് വെടിവെച്ചു. പുലി പേടിച്ചോടി.